രാജ്യത്ത് തലസ്ഥാന നഗരം 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണ്. സാംസ്കാരിക വൈവിധ്യവും സൈനിക ശക്തിയും വിളിച്ചോതുന്ന പരേഡിനുള്ള അവസാനവട്ട പരിശീലനം കർത്തവ്യപഥിൽ തുടരുകയാണ്. സുവർണ ഭാരതം, പാരമ്പര്യവും വികസനവും എന്നതാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവ് സുബിയോന്തോയാണ് ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തുന്നത്. ഭാരത സൈന്യത്തിനൊപ്പം ഇന്തോനേഷ്യൻ സൈന്യത്തിലെ 350 അംഗ സംഘവും പരേഡിൽ പങ്കെടുക്കും. ഭരണഘടന നിലവിൽ വന്നതിന്റെ 75ാം വാർഷികം, ജനപങ്കാളിത്തം എന്നിവയ്ക്കാണ് ഇത്തവണ പരേഡും അനുബന്ധ പരിപാടികളും ഊന്നൽ നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിലെത്തി പുഷ്പാർച്ചന നടത്തുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു കർത്തവ്യപഥിൽ ദേശീയ പതാക ഉയർത്തുമ്പോൾ 21 ഗൺ സല്യൂട്ടുകൾ മുഴങ്ങും. 300-ലധികം കലാകാരന്മാർ ചേർന്ന് സംഗീതോപകരണങ്ങൾ വായിച്ച് പരേഡിന് തുടക്കം കുറിക്കുകയും ചെയ്യും. വിവിധ സൈനിക, അർദ്ധസൈനിക വിഭാഗങ്ങൾ, NCC, NSS തുടങ്ങിയവർ പങ്കെടുക്കുന്ന മാർച്ച് പാസ്റ്റിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിക്കും. വിവിധ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, കേന്ദ്ര സർക്കാരിന് കീഴിലെ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ എന്നിവിടങ്ങളിൽ നിന്ന് 31 ടാബ്ലോകൾ ഇത്തവണ അവതരിപ്പിക്കും. ജയതി ജയ മമ ഭാരതം നൃത്താവിഷ്കാരത്തിൽ 5000 കലാകാരന്മാർ പങ്കെടുക്കുമെന്നാണ് വിവരം. 11 മിനിറ്റ് കലാപ്രകടനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 45-ലധികം നൃത്തരൂപങ്ങളും അവതരിപ്പിക്കും. സൈനികരുടെ മോട്ടോർ ബൈക്ക് അഭ്യാസ പ്രകടനത്തിന് പിന്നാലെ 47 വിമാനങ്ങളുടെ ഫ്ലൈ പാസ്റ്റോടെ പരേഡ് സമാപിക്കും. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ 23-ാം തീയതി ആരംഭിച്ച് 29-ന് വിജയ് ചൌക്കിലെ ബീറ്റിംഗ് ട്രീറ്റോടെയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സമാപിക്കുക.